ഒരു വിമാനം തകർന്നു വീണു എന്നൊരു വാർത്ത, അറിയുന്ന വാർത്ത വെച്ചിട്ട് ഇത് അമേരിക്കയുടെ ഒരു വിമാനമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താ വാർത്ത? തീർച്ചയായിട്ടും അമേരിക്കയ്ക്ക് ഇപ്പോൾ തുടർച്ചയായി നാണക്കേട് ഉണ്ടാക്കുകയാണ്. വിമാനങ്ങൾ തകർന്നു വീഴുന്നു. തിരുവനന്തപുരത്ത് നമുക്കറിയാം, ഒരു വിമാനം F-35 കുടുങ്ങിക്കിടന്നത് 3 ആഴ്ചയോളമാണ്. അതവസാനം ആക്രിക്ക് കൊടുക്കുന്ന അവസ്ഥ വരെ എത്തിയിരുന്നു. പിന്നീട് ഒരുവിധം അതിനെ പറപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ആ വിലയേറിയ യുദ്ധവിമാനമായിരുന്നു അന്ന് തകർന്നു വീണത്. US നാവികസേനയുടെ F-35 യുദ്ധവിമാനം കാലിഫോർണിയയിലാണ് തകർന്നു വീണിരിക്കുന്നത്. യുദ്ധവിമാനം തകർന്ന സംഭവം ബുധനാഴ്ചയാണ് പുറത്തു വന്നത്. അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി. കാരണം അവിടെ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ 3 ആഴ്ചയോളം ഒരു വിമാനം വന്ന് കുടുങ്ങിക്കിടന്ന ശേഷം അത് ആദ്യഘട്ടത്തിൽ അതവിടെ അവർ മറച്ചു. അതിനുശേഷം ആരും കാണാത്ത വിധത്തിൽ അതിന് അറ്റകുറ്റപ്പണികൾ നടത്തി. പിന്നീട് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ഇത് ഇനിയിപ്പോൾ ആക്രിക്ക് കൊടുക്കാനേ പറ്റുമെന്ന രീതിയിലൊക്കെ കേട്ടു. പക്ഷേ അതിനും ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അപകടത്തെക്കുറിച്ച് US നാവികസേന ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കി. വിമാനത്തിൻ്റെ പൈലറ്റ് അപകടത്തിൽ നിന്ന് വിജയകരമായി രക്ഷപ്പെട്ടതായി നാവികസേന അറിയിച്ചു. കാലിഫോർണിയയിലെ നേവൽ എയർ സ്റ്റേഷൻ ലെമൂറിന് സമീപമാണ് യുദ്ധവിമാനം തകർന്നു വീണത്. അപകട സമയത്ത് പൈലറ്റ് സുരക്ഷിതമായി പുറത്തേക്ക് ചാടിയെന്നും അപകടത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. 2014 ഈ യുദ്ധവിമാനം പുറത്തിറങ്ങിയത്. 20 വിമാനങ്ങളാണ് ഇതുവരെ തകർന്നത്. അപ്പോൾ തകർന്നു വീണ F-35 യുദ്ധവിമാനം റഫ് റൈഡേഴ്സ് എന്നറിയപ്പെടുന്ന സ്ട്രൈക്ക് ഫൈറ്റർ സ്ക്വാഡ്രൺ VF-125 നാവികസേന പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പൈലറ്റുമാർക്കും എയർ ക്രൂവിനും ഉത്തരവാദിത്തമുള്ള ഒരു ഫ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ് സ്ക്വാഡ്രണ്ണാണ് VF-125. ലോകത്തിലെ ഏറ്റവും ആധുനികമായ 5ാം തലമുറ വിമാനമായി F-35 കണക്കാക്കപ്പെടുന്നു. നിലവിൽ ലോകത്തിലെ ഏറ്റവും വിലയേറിയ വിമാനവുമാണിത്. ബ്രിട്ടൻ്റെ F-35 എന്ന വിമാനം തിരുവനന്തപുരത്ത് അറ്റകുറ്റപ്പണിക്ക് കിടന്നത് വലിയ വാർത്തയായിരുന്നു. അത് എല്ലാവരും അതൊരു നാണക്കേട് പോലെയായിരുന്നു അന്ന് കണ്ടത്. അത് OLXൽ പോലും വിമാനം വിൽപ്പനയ്ക്ക് എന്നുള്ള രീതിയിൽ ട്രോളുകളായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ വീണ്ടും നാണക്കേടുണ്ടാക്കിക്കൊണ്ട് മറ്റൊരു വിമാനം കൂടി തകർന്നു വീണത്. അന്ന് എത്ര ശ്രമിച്ചിട്ടും ദിവസങ്ങളോളം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനായില്ല. പിന്നീട് വിദഗ്ധ സംഘം എത്തിയാണ് വിമാനം പറത്തിക്കൊണ്ട് പോയത്. ഇത് ആഗോളതലത്തിൽ F-35 ഗണത്തിൽപ്പെട്ട വിമാനങ്ങൾക്ക് തന്നെ നാണക്കേടായി. കാരണം F-35 ഇത്ര മോശം വിമാനമായിരുന്നോ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. അതിനിടെയാണ് അമേരിക്കൻ യുദ്ധവിമാനം ഇപ്പോൾ തകർന്നു വീണ് വീണ്ടും നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നത്. പൈലറ്റ് സുരക്ഷിതനാണ്, മറ്റാരും വിമാനത്തിൽ ഉണ്ടായിരുന്നില്ല. അതാണ് ഭാഗ്യമായത്. അതുകൊണ്ട് തന്നെ പൈലറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പൈലറ്റ് സുരക്ഷിതരായിരുന്നു. എന്താണ് അപകട കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതോ ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവിടാത്തതാണോ എന്നറിയില്ല. അന്വേഷിക്കുന്നുണ്ടെന്നാണ് നേവി അറിയിക്കുന്നത്. മധ്യ കാലിഫോർണിയയിലെ ഫ്രസ്നോ നഗരത്തിന് ഏകദേശം 64 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ലെമൂർ എന്ന നാവിക വ്യോമത്താവളം സ്ഥിതി ചെയ്യുന്നത്. പൈലറ്റുമാരെയും എയർ ക്രൂകളെയും പരിശീലിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പറന്ന വിമാനമാണിതെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. അതേസമയം തകർന്നു വീണ സ്ഥലത്ത് നിന്ന് തീയും പുകയും ഉയർന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. USൻ്റെ പടക്കപ്പലുകളിൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഫൈറ്റർ ജെറ്റാണിതെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 876 കോടി രൂപയാണ് ഇതിൻ്റെ വില. 5ാം തലമുറ യുദ്ധവിമാനമായതിനെ പശ്ചിമേഷ്യയിലും US ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേൽ അടക്കം 17 സഖ്യരാജ്യങ്ങൾക്കാണ് US ഇത് നൽകിയിരിക്കുന്നത്. ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ മൂലം 39 ദിവസം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടന്ന F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനം ദിവസങ്ങൾക്ക് മുമ്പാണ് മടങ്ങിയത്. അതുതന്നെയാണ് അതിൻ്റെ നാണക്കേട് തീരുന്നതിന് മുമ്പാണ് ഇപ്പോൾ ഈ പൈലറ്റ് മാത്രമായിട്ടുള്ള ഈ വിമാനം ഇവിടെ വന്ന് കാലിഫോർണിയയിൽ തകർന്നു വീണിരിക്കുന്നത്. F-35 വിമാനം തകരാറിലായ ഘട്ടത്തിൽ പൂർണ്ണ സഹായം നൽകിയ തിരുവനന്തപുരം വിമാനത്താവളത്തോടുള്ള നന്ദി അറിയിച്ചതിന് ശേഷമാണ് UK സൈനികർ അന്ന് മടങ്ങിയത്. കുറേയേറെ പേർ അന്ന് വന്നിരുന്നു. അവർ വളരെ കോൺഫിഡൻഷ്യലായിട്ടാണ് അത് കൊണ്ടുപോയത്. UK എയർഫോഴ്സ് ഫ്ലൈറ്റ് ലെഫ്റ്റനൻറ്റ് തോം സോയർ നേരിട്ടെത്തി എയർപോർട്ട് അധികൃതരെ നന്ദി അറിയിക്കുകയായിരുന്നു. റോയൽ എയർഫോഴ്സിൻ്റെ ഉപഹാരവും കൈമാറി. അതുമാത്രമല്ല, ഇന്ത്യ അതിൻ്റെ വാടക വാങ്ങിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാത്രി 9:30 17 അംഗ സംഘം റോയൽ എയർഫോഴ്സിൻ്റെ A400 വിമാനത്തിലാണ് മടങ്ങിയത്. അറബിക്കടലിൽ സഞ്ചരിച്ച ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പരിശീലനത്തിനായി പറന്നുയർന്ന വിമാനം ഇന്ധനം തീരാറായതോടെ കഴിഞ്ഞ മാസം 14 തിരുവനന്തപുരത്തേക്ക് ഇറക്കിയത്. അടിയന്തര ലാൻഡിങ്ങിനിടെ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാറുണ്ടാകുകയായിരുന്നു. ജൂൺ 14 മുതൽ ഈ മാസം 6 വരെ വിമാനത്താവളത്തിലെ പാർക്കിംഗ് ഫീസായി 5 ലക്ഷം രൂപ ബ്രിട്ടീഷ് സേന വിമാനത്താവള നടത്തിപ്പുകാരായ അദാനി കമ്പനിക്ക് നൽകി എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് ഇന്ത്യ വാങ്ങിയില്ല എന്ന് ആദ്യഘട്ടത്തിൽ ഒരു വാർത്തകൾ വന്നിരുന്നു. അത് വാങ്ങുന്നില്ല എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. നൽകി എന്ന രീതിയിൽ അവരും വാർത്ത കൊടുക്കുന്നു. ഏതായാലും അറബിക്കടലിൽ സംയുക്ത സൈനിക അഭ്യാസത്തിനെത്തിയ
വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നകന്ന F-35 യുദ്ധവിമാനം മോശം കാലാവസ്ഥയെ തുടർന്ന് ജൂൺ 14 രാത്രി 9:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയത്. ഇന്ധനം നിറച്ച് അടുത്ത ദിവസം പുറപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് മറ്റ് സാങ്കേതിക തകരാറുകൾ കണ്ടെത്തിയത്. 1000 കോടിയിലേറെ രൂപ വില വരുന്ന വിമാനം ദിവസങ്ങളോളം വിമാനത്താവളത്തിലെ ബേയിൽ മഴയും വെയിലുമേറ്റ് കിടന്നു. തുടർന്ന് 39-ാം ദിവസമാണ് തിരിച്ചു പറന്നത്. അതിൻ്റെ ഇടയിൽ ഇത് എയർ ലിഫ്റ്റിംഗ്, അതായത് ക്രെയിൻ ഉപയോഗിച്ചുള്ള ഒരു സംവിധാനം, വിമാനം ഉയർത്തിക്കൊണ്ട് പോകുന്ന ആ രീതിയിൽ കൊണ്ടുപോകാനൊരു ശ്രമം നടത്തി. പിന്നീട് അതിനുശേഷം ഇത് പാർട്സാക്കി അത്തരത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തിയിട്ട് പിന്നീട് അവർ വീണ്ടും ആലോചിച്ച ശേഷമാണ് അവരുടെ ഒരു സംഘം ഇവിടെ എത്തി പ്രത്യേക മറയൊക്കെ രൂപീകരിച്ചാണ് ഇത് നന്നാക്കി ഒരു പരുവത്തിനാണ് കൊണ്ടുപോയത്. അതായത് ഈ F-35 യുദ്ധവിമാനം 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള യുദ്ധവിമാനമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഈ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനി, അമേരിക്കയാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും സൗകര്യങ്ങളുള്ള, ഏറ്റവും അത്യാധുനികമായിട്ടുള്ള യുദ്ധവിമാനങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് ഞങ്ങൾ എന്നൊരു അവകാശവാദം എല്ലാ കാലഘട്ടങ്ങളിലും അമേരിക്ക പറയുന്നതാണ്. ഇപ്പോൾ ഇതിനിടയ്ക്ക് അസീം മുനീറിനെ പോലും ഒരു സദ്യക്ക് ട്രംപ് വിളിച്ചിട്ട് പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങൾക്ക് അവിടെ ഒരു താവളം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പകരം യുദ്ധവിമാനം തരാം, F-35 തരാം എന്നാണ് പറയണത്. ഈ നാറ്റോ സഖ്യത്തിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളുടെ കയ്യിൽ ഈ F-35 യുദ്ധവിമാനം ഇല്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പാകിസ്ഥാന് ഇത് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിക്കുന്നത് ചൈനയ്ക്കെതിരെ ഏതെങ്കിലും സമയങ്ങളിൽ ഒരു ആക്രമണത്തിനുള്ള സാധ്യതകളുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലം എന്ന രീതിയിലാണ് പാകിസ്ഥാനെ അവർ കണ്ടിരുന്നത്. അപ്പോൾ പാകിസ്ഥാനെ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നീക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് അവരെ ഇറക്കി വിടാൻ വേണ്ടിയിട്ട് അതിന് വാഗ്ദാനം നൽകിയതാണ് ഈ F-35 യുദ്ധവിമാനം. 5ാം തലമുറയിൽപ്പെട്ട ഈ യുദ്ധവിമാനം അത്യാധുനിക സൗകര്യങ്ങളുള്ളതാണ്. ഒരുപാട് അവകാശവാദങ്ങളുണ്ട്. യുദ്ധവിമാനം ഇതിനെ ആർക്കും അങ്ങനെ വെടിവെച്ചിടാൻ പറ്റില്ല, റഡാറിൽ കിട്ടില്ല, അങ്ങനെ കുറേ വലിയ വാഗ്ദാനങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് അവകാശവാദങ്ങളുള്ള ഒരു വിമാനമാണ് ഈ F-35 യുദ്ധം. പക്ഷേ ഈ അവകാശവാദങ്ങളൊക്കെ വെറും പൊള്ളയാണ് എന്ന് മനസ്സിലായതും, അല്ലെങ്കിൽ ഇതൊന്നിനും കൊള്ളാത്ത വിമാനമാണ് എന്ന് മനസ്സിലായതും തിരുവനന്തപുരത്ത് വിമാനം വന്ന് കിടന്നപ്പോഴാണ്. ഏകദേശം 10-38 ദിവസം അവിടെ കിടന്നപ്പോൾ ഈ ലോകം മുഴുവൻ അത് വീക്ഷിച്ച ഒരു കാര്യമാണ്, ലോകം മുഴുവൻ ശ്രദ്ധിച്ചത്. കാരണം ഒരു യുദ്ധവിമാനം മറ്റൊരു രാജ്യത്ത് ഇത്രയും ദിവസം കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വാർത്തകളുണ്ടാകും. നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ ചെയ്തതാണ്. അങ്ങനെ ലോകത്തെ എല്ലായിടത്തും ഈ ബ്രിട്ടൻ്റെ യുദ്ധവിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നു എന്നുള്ള വാർത്ത വലിയ തോതിൽ പരന്നതോടുകൂടി ലോക്ഹീഡ് മാർട്ടിനിൽ ഈ വിമാനത്തിന് ബുക്ക് ചെയ്ത പല ആളുകളും ആ വിമാനത്തിൻ്റെ എണ്ണം കുറച്ചു എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പോൾ ഈ 45 എണ്ണം ബുക്ക് ചെയ്ത അമേരിക്ക തന്നെ അത് 28 എണ്ണത്തിലേക്കൊക്കെ കുറച്ചു, ബ്രിട്ടൻ തന്നെ എണ്ണം കുറച്ചു, അങ്ങനെ പല രാഷ്ട്രങ്ങളും ബുക്ക് ചെയ്തതിൻ്റെ എണ്ണം കുറച്ചിരുന്നു. അപ്പോഴും ഈ ലോക്ഹീഡ് മാർട്ടിൻ പറഞ്ഞത് ഞങ്ങളുടെ 5ാം തലമുറയിലെ യുദ്ധവിമാനം മികച്ച വിമാനമാണ് എന്ന് പറഞ്ഞത്. ഈ ഒരു ഘട്ടത്തിലാണ് അമേരിക്കയിൽ ഈ വിമാനം തകർന്നു വീണത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെ വരുമ്പോൾ ഈ F-35 യുദ്ധവിമാനത്തിൻ്റെ സാങ്കേതികതയെക്കുറിച്ചും അതിൻ്റെ കാര്യപ്രസക്തിയെക്കുറിച്ചുമൊക്കെ ഒന്നുകൂടി ആളുകൾ പരിശോധിക്കും. വിവിധ രാജ്യങ്ങൾ ഇത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന രാജ്യങ്ങൾ ഒന്നുകൂടി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഇനി തീരുമാനത്തിലേക്ക് എത്തൂ എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.